ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാൾക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന റോബ്ലോക്സ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവർക്ക് റോബ്ലോക്സിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. പക്ഷെ അത് വേറൊരു മൊബൈലായിരുന്നു എൻ്റെ അക്കൗണ്ട്. അന്നേരം അതിൽ നിന്ന് എടുത്തപ്പോൾ അതിൽ എൻ്റെ യൂട്യൂബ് ചാനൽ തുറന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് തുറക്കാൻ പറ്റിയിട്ടാണ് അതിൽ. അന്നേരം പോയി. അതുകൊണ്ട് എനിക്ക് ആ വീഡിയോ കളയണമെന്ന് തോന്നിയില്ല. ഇടാൻ വേണ്ടി ഞാൻ എന്തൊക്കെയോ ചെയ്തു. അങ്ങനെ ആ വീഡിയോ ബഗ്ഡായി ഞാൻ അപ്ലോഡ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ അതിന് പകരമായി എൻ്റെ വേറൊരു അക്കൗണ്ട് തുടങ്ങി, അതിൽ യൂട്യൂബിൽ തുടങ്ങി സെറ്റാക്കി എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും മഡസ് ഗെയിമിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ലെജൻഡ്സ് ബാറ്റിൽ ഗ്രൗണ്ടാണ്. അതേപോലെ തന്നെ KJ ദ സ്ട്രോങ്ങസ്റ്റ് ബാറ്റിൽ ഗ്രൗണ്ട് വേണമെങ്കിൽ അറിയാം. KJ ഇല്ല, ദ സ്ട്രോങ്ങസ്റ്റ് ബാറ്റിൽ ഗ്രൗണ്ട് വേണമെങ്കിൽ നിങ്ങൾ പറയുക, ഇത് കമൻറ്റ്സ്. സോ ഗൈസ്, നമുക്ക് നമ്മളെ നോർമൽ ഗെയിംസ് ഫുള്ളാക്കാം. എന്നിട്ട് നമുക്ക് എല്ലാത്തിനും പോയി കഴിഞ്ഞാൽ ബോയ് അയ്യോ മറ്റേ പവർ. അപ്പോൾ ഗൈസ് ലൈക്ക് അടിച്ചാൽ എൻ്റെ അനിയൻ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കാം. ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ ഞാനും എൻ്റെ അനിയനും തമ്മിലുള്ള 1v1 ആയിരിക്കും നടക്കാൻ പോകുന്നത്. 1v1 ആരാണ് ഓവർ ഗെയിംസ് ഉപയോഗിച്ചത്? അപ്പോൾ ഇവിടെ നിൽക്കുന്നത് നല്ലതല്ല. പക്ഷേ ഇവൻ എനിക്ക് പണി മേടിച്ചു തന്നു. ഓടിക്കളിക്കണേ വല്ലാത്ത ചൊറയാണല്ലോ. അവർക്ക് വേറെ എവിടെയെങ്കിലും പോയി ഓടിക്കളിക്കുന്നവരോട് മടിയേ ഇവിടെ ജോയിൻ ചെയ്തോടാ. ഇതാ ഓടിയ സ്പോണതിന് ആടില്ല. അപ്പുറത്ത് ഞാൻ വരാം. വീടിൻ്റെ അടുത്തേക്കോ ഹൗസിൻ്റെ അടുത്തേക്കോ അപ്പുറത്തെ സൈഡിൽ ബാക്കിലേക്ക് വീടിൻ്റെ ബാക്ക് സൈഡിലേക്കോ. എന്നെ കണ്ടോ? ഇല്ല. നീ എൻ്റെ സെർവറിലല്ലടാ. ബ്രോ, നീ എൻ്റെ സെർവറിലല്ലടാ. എടാ നീ എൻ്റെ സെർവറിലല്ല. അതാണ് ഒന്നും കൂടി ബാക്ക് അടിച്ചിട്ട് എൻ്റെ സെർവറിലേക്ക്. അപ്പോൾ അവൻ എൻ്റെ സെർവറിലേക്കല്ല. ശരിയാണല്ലോ. ഞാൻ ഇന്ത്യയിലോട്ട് കയറില്ല. എൻ്റെ അമ്മേ ഏത് ജില്ല ശിവനെ ഇത് ഞാൻ റിവെഞ്ച് എടുക്കുന്നതല്ല. അപ്പോൾ എൻ്റെ പേരൂടെ വേണം ഗൈസ്. എൻ്റെ പഴയ അക്കൗണ്ടിലായിരുന്നു അവൻ എൻ്റെ ഫ്രണ്ടായിട്ട് നിന്നത്. ഈ അക്കൗണ്ടിൽ
ഇതിന് ഇഷ്ടമില്ലാത്ത പവർ ചെയ്യുന്നത് ഇതിൽ. പിന്നെ നാലാമത്തെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ചൊറിയാണ്. ഇത് എവിടുന്നൊക്കെയാ വരുന്നത്? നടുക്ക നീ വേറെ സർവാകണം. ഇതാണ് നാലാമത്തെ പവർ. അതിൻ്റെ അടുത്തത് ഒരുത്തമാടാ. എല്ലാവരും ഒരുമിച്ച് വന്നിട്ട് ഞാൻ ചെയ്യാനാ. ഞാൻ പോന്നു ബ്രോ. ഇതിൽ അപ്ഡേറ്റ് ഒക്കെയാണ് ഇങ്ങനെയല്ല ആയത്. അങ്ങോട്ടേക്ക് കാമോണ്ടോ ടീമായിട്ട് കളിക്കാനില്ല എന്ന് നിങ്ങൾ ലൈക്ക് കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഞാൻ എങ്ങനെ കൊണ്ട് വരുന്നതായിരിക്കും. കാത്തിരുന്ന സാധനം കിട്ടി ഡമ്മി. അപ്പോൾ ഡമ്മി പവർ പറഞ്ഞുതരാം. എത്ര പവറാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ചിലത് ഞാൻ കളിക്കുന്ന സമയത്ത് എനക്കറിയാത്ത പവറൊക്കെ സാധാരണ ഒരു ഒന്നാമത്തെ പവർ തെറിച്ചു അവിടെ അടിച്ച് മുകളിലേക്ക് തെറിക്കും. അതൊക്കെ ഞാൻ വയ്യ പഠിച്ചെടുത്തു. എങ്ങനെയല്ലോ ഫസ്റ്റ് പവർ യൂസ് ചെയ്തിട്ട് ലാസ്റ്റ് ഒന്നാമത്തെ ഫസ്റ്റ് പവർ കഴിയാനാകുമ്പോൾ ഫോർത്ത് പവർ യൂസ് ചെയ്യണം. പിന്നെ 1 2 3 4 4 അടിച്ച് സ്പീഡിൽ പോകുന്ന വട്ടം ഞെക്കി കഴിഞ്ഞാൽ ഇത് രണ്ടാമത്തെ പവർ എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടില്ലേ നേരത്തെ ഞാൻ ചെയ്തിട്ടേ ഒരാളെ ഇങ്ങനെ മുകളിലേക്ക് അടിച്ച് തെറിപ്പിച്ച് കൂട്ടി വന്നിട്ട് അടിച്ചിട്ട് തെറിപ്പിച്ച് പിന്നെ ഓടി വന്നിട്ട് തലേൻ്റെ മുകളിലേക്കൂടെ കറങ്ങിപ്പോയിട്ടല്ലേ ചെയ്ത്. എൻ്റെ റോബ്ലോക്സ് ഇപ്പോൾ കളിക്കുന്നുണ്ട്. തന്നെ എൻ്റെ ഭാഗങ്ങളല്ലാണ്ട് അടിക്കൂലടാ. ഏത് പവറാ ഏതാ ചെയ്തേ?
പവർ നിങ്ങൾ കണ്ടല്ലേ ഞാൻ ചെയ്തത്. ഇവളെ ഇപ്പം എനിക്ക് കൊല്ലാനാവും. ഒരു പവറിന് അടിക്കടിക്ക് പിന്നെ പണ്ട് ചെയ്താൽ മാത്രമേ ആ പവർ വീണ്ടും കമ്മി. ഇവൻ ഞാൻ തീർത്തി സാധാരണ മൂന്നാമത്തെ പവറിൽ അതറിയോ? കാരണം അതിൻ്റെ പേരുള്ള പഞ്ച്. അതൊരു പ്രത്യേകതരം പഞ്ച്. കാരണം ചിലവർ മൂന്നാമത്തെ പവർ ഉപയോഗിക്കുന്ന സമയത്ത് പകുതി ലൈഫിൽ സ്റ്റോപ്പായി പോകും. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അതൊന്നും വിഷയമാണ്. പോയി എൻ്റെ റിയൽ നെയിം ചന്തുവാണ്. ഇതിൻ്റെ പേര് അമ്പാടിയാണ്. അമ്പാടിയാണ് എൻ്റെ അനിയൻ്റെ പേര്. റിവഞ്ച് പറഞ്ഞിട്ട് തല പിടിച്ച് ഇപ്പം ഞാൻ കൊന്നു കൊടുക്കാം. അങ്ങനെയാണ് എൻ്റെ കുഞ്ഞി. ഇതെന്താ എനിക്കറിയാത്ത എനിക്കറിയില്ല. എനിക്ക് ആവുന്നില്ല. മാത്രം എനിക്ക് ഉപയോഗിക്കാനാകൂ. നോർമൽ ഗെയിംസിൽ ഒരുപാട് പവേഴ്സ് ഉണ്ട്. പല പവേഴ്സും ഉണ്ട്. മിക്ക പവേഴ്സും ഉപയോഗിച്ച് കൊല്ലണമെങ്കിൽ ഇത് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് 2 അടിയൊക്കെ വേണ്ടി വരും. കൊന്നല്ലേ അത് കാണിച്ചുതരാം. ഇനി പല പൊന്നുങ്ങളും സ്കിന്നെടുത്ത് ചെറിയ ആൾക്കാർ. കാരണം നിങ്ങൾ അതിൻ്റെ വോയിസാണ് കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അധികം അത് അടിക്കാറില്ല. അത് മുതലെടുത്ത് ചിലവർ ആ സ്കിന്ന് വിട്ട് വന്നിട്ട് നല്ല ജാട ഇറക്കി ചുമ്മയാണ് ഈ അറ്റാക്ക് ഞാൻ രണ്ടേ പഠിക്കുവാണ്. അതിൽ ഇടവൊക്കെ ഭയങ്കര ഇപ്പോൾ ഇതിൽ ഇത് വെച്ച് 4ാമത്തെ പവർ ഉപയോഗിക്കുമ്പോഴാണ് നേരത്തെ വന്ന് എടുക്കുന്നത്. ഇതാണ് എൻ്റെ കൊമ്പ്. ആരുടെയോ കൊമ്പ് കൊണ്ട് പഠിച്ചത് 10 വേണം.
അവൻ എൻ്റെ പവർ കണ്ട് പേടിച്ച് വെക്കും. പൈസ ഒറ്റ മിനിറ്റ് അവൻ പോയി പോകും. നമ്മൾ അടുത്ത ലെജൻസ് പേര് വായിക്കുന്നത് അതിൻ്റെ പവറാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഒരു കില്ലെടുത്തിരിക്കുകയാണ്. നമുക്ക് നമ്മൾ ടൈറ്റിൽ വെക്കാം. നല്ല ടൈറ്റിൽ അത് വെക്കാം. രണ്ടും ടൈറ്റിൽ തന്നെ എല്ലാത്തിനും വരക്ക കൊല്ലുന്നതാണ്. അവൻ്റെ കാര്യം ഉദാഹരണം പോയി നിനക്ക് പറ്റിയുള്ള PC പ്ലെയർ മൊബൈൽ പ്ലെയറ് ചെറിയ ഫ്രണ്ട്സ് ഉണ്ട്. ഇത് എനിക്ക് ലെജൻസിലൊക്കെ അവരൊക്കെ പരിചയപ്പെടണമെങ്കിൽ ഇതൊക്കെ അവരൊക്കെയാണ് ഫ്രണ്ട്സാണ് കേട്ടോ. അതിലൊരിക്കൽ എനിക്ക് അതിൽ പറഞ്ഞിട്ടാണെങ്കിൽ ഇഷ്ടപ്പെടുന്നവരാണ്. അതിൽ എഴുത്തുന്നുണ്ട് ഈ ഗെയിം റോബ്ലോക്സ് തുറന്ന് കഴിഞ്ഞാൽ പിന്നെ അവൻ ഒറ്റ ഒരു ഗെയിം കളിക്കും ലെജൻസ്. അപ്പം നമുക്ക് ഈ പവർ ഉപയോഗിച്ച് സാറിന് നടക്കുക നമുക്ക് മറ്റേ 4 അതുണ്ട്. നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്ന് ഞാൻ തോന്നുന്നു. ലൈക്കും ചെയ്തിട്ടാ. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ അവസ്ഥ വരുന്നത്. എന്താണ് നമ്മൾ സബ്സ്ക്രൈബ് ലൈക്കുകൾ ചെയ്യുന്നേരം നമ്മൾ കളിക്കാൻ വേണ്ടി നമ്മൾ ഇടമയെയും ഓരോ പാട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഗൈസ് അത് എൻ്റെ ആവശ്യം ഇങ്ങനത്തെ പവറുള്ള കില്ലെടുക്കുന്ന സമയത്ത് അപ്പം കളിയുണ്ട്. എന്നൊക്കെ കണ്ടുപിടിക്കണം. ചാവിട്ട് ജസ്റ്റ് ചില കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ ഇവിടുന്ന് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റു ദിവസം വേറെ വീഡിയോ ആയാലും ബൈ.